ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അവഹേളിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയായിരുന്നു അവഹേളനം നടന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തത്. മോഹൻദാസിന്റെ നിലപാടിനെതിരെ RSSും രംഗത്തെത്തിയിട്ടുണ്ട്. തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലും എന്നായിരുന്നു മോഹൻദാസ് വീഡിയോയിൽ പറഞ്ഞത്. ജന്തർ മന്ദറിൽ 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പുറക്കി ആശുപത്രിയിലെത്തിക്കും എന്നായിരുന്നു മോഹൻദാസിന്റെ ഒരു പ്രസ്താവന. ഇതിനു പിന്നാലെ മറ്റൊരു വിവാദ പ്രസ്താവനയും കൂടി ഉണ്ടായി. അവിടെ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത് എന്നൊക്കെയാണ് മോഹൻദാസ് പറഞ്ഞത്. അതേസമയം പ്രസ്താവനകൾ വിവാദമായതിനു പിന്നാലെ മോഹൻദാസിനെ തള്ളി RSSും രംഗത്തെത്തി. അടുത്തിടെ നടന്ന സമരങ്ങളെക്കുറിച്ച് TG മോഹൻദാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടിയാണ്. ആ അഭിപ്രായങ്ങളോടും അത്തരം കാഴ്ചപ്പാടുകളോടും RSS ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.